ഹായ് ഗൈസ്, ഇന്ന് ഒരു സംസ്ഥാനത്തിൻ്റെ CM മെയിൻ വേഷത്തിലെത്തിയ ഒരു ഫിലിം കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയാണ് കേട്ടോ. ഏതാണ് ഫിലിം എന്ന് ഞാൻ പറയണ്ടല്ലോ. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ഇത്തരത്തിൽ ഒരു സംസ്ഥാനത്തിൻ്റെ CM മെയിൻ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ഒരു ചിത്രം തിയേറ്ററിൽ പോയിട്ട് കാണുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് ജനനായകനെ കുറിച്ചാണ് കേട്ടോ. നമ്മളുള്ളിൽ പൗരബോധം ഉണർത്തുന്ന ഒരു നല്ല ചിത്രം തന്നെ പറയും. ഒട്ടും പ്രതീക്ഷയില്ലാതെ തിയേറ്ററിൽ പോയതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ ഫിലിം അത്രത്തോളം ഇഷ്ടപ്പെട്ടത്. വിജയുടെ അവസാനത്തെ ചിത്രമാണെന്ന് പ്രതീക്ഷിച്ച് ഒരു വിജയ് ഫാൻ അല്ലെങ്കിൽ മൂവികളെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രീതിയിലാണ് ഈ ഫിലിം കാണാൻ ഞാൻ തിയേറ്ററിലെത്തിയിട്ടോ. പക്ഷേ എന്നെ എന്താ പറയുക, ഞെട്ടിച്ച് കളഞ്ഞു പറയും. ഈ രോമൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്ന രീതിയിലെ ഡയലോഗ്സും ആക്ഷൻസും ഒക്കെ ആ മനുഷ്യൻ അതിൽ കാഴ്ചവെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിജയ് എന്നൊരു എന്താ പറയുക നോർമലായിട്ടില്ല, അല്ലെങ്കിൽ വിജയ് തമിഴ്നാട് ചെയ്യുന്ന ഒരു ഹീറോയിസം, അല്ലെങ്കിൽ അദ്ദേഹം നമ്മുടെ തമിഴ്നാട്ടിലെ ജനതയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം ഫിലിമിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും കൊണ്ടുവന്നു എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മളെ ഫിലിം കാണുമ്പോഴല്ലോ നമുക്ക് ഈ രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടാവും. അത്രത്തോളം നമ്മളെ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിലുള്ള ഇമോഷൻ സീൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ത്രില്ലടിപ്പിക്കുന്ന ആക്ഷൻ സീക്വൻസ് ഉണ്ട്. ഒരു നല്ല ചിത്രം എന്ന് പറയാം. ഫിലിമിൻ്റെ ഒരു കൺസെപ്റ്റ് ഇത്ര മാത്രമാണെന്ന്, ഒരു അച്ഛൻ മരിച്ചു പോകുന്ന കുട്ടിയെ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ആ കുട്ടിയെ സ്വന്തം മകളെ പോലെ വളർത്തുകയും അതിൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ചില കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുകയും ആ സമയങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ബാക്ക് സ്റ്റോറി, പിന്നെ അദ്ദേഹം എന്താ പറയുക തമിഴ്നാട്ടിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾക്കെതിരെ എന്താ പറയുക ശബ്ദമുയർത്തുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെയാണ് ഫിലിം അങ്ങേയറ്റം അടിസ്ഥാനത്തോടെ നമ്മളോട് ചർച്ച ചെയ്യുന്നത്. ഇതിൽ വില്ലനായിട്ട് വന്ന ആൾക്കാരായിക്കോട്ടെ എല്ലാ രീതിയിലും ഒരു മാസ് ഫിലിം തന്നെ പറയാം. ഫിലിമിൽ ഓരോ ആൾക്കാരെ സംവിധാനം, സംഗീതം ഇങ്ങനെയൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഒട്ടും ബോറടിക്കാതെ ആസ്വദിക്കാൻ പറ്റുന്ന 2 സോങ്സ് ഉണ്ട്, ആക്ഷൻ സീക്വൻസ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, മോട്ടിവേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ അഫക്റ്റ് ചെയ്യുന്ന, സ്ത്രീകൾക്ക് എതിരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി ശബ്ദമുയർത്തുന്ന ഒരു CMനെ നിങ്ങൾക്ക് ഈ ഫിലിമിൽ കാണാൻ പറ്റും. അത്തരത്തിൽ നോക്കുമ്പോൾ 150-200 രൂപ എടുത്ത് നിങ്ങൾ വിജയുടെ ഈ ഫിലിം കാണാൻ തിയേറ്ററിൽ പോകുന്നത് നിങ്ങളെ ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആർക്കും ഒരു നഷ്ടം ഉണ്ടാവില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായം, നിങ്ങളെ കുട്ടികളെയും ഫാമിലിയും ഒക്കെ കൂട്ടി ഈ ഫിലിം കാണുമ്പോൾ അദ്ദേഹം ഈ ഫിലിമിലൂടെ നമ്മളോട് ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമുണ്ട്. ആ വിഷയം നേരിട്ട് കാണാം. നമ്മൾ കേരളത്തിലല്ലേ, അല്ലെങ്കിൽ നമ്മൾ ആന്ധ്രയിലല്ലേ, അല്ലെങ്കിൽ വേറെ എവിടെയാണെങ്കിലും നമ്മുടെ സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് രാഷ്ട്രീയപരമായ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആ രാഷ്ട്രീയപരം ഈ ഭരിച്ചവർ തന്നെ ഭരിക്കുന്നു, മൂന്നാമതൊരാൾ വരാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുന്നു, വന്നവരും അഴിമതിയിലേക്ക് പോകുന്നു. അത്തരത്തിലുള്ള രീതികളൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് അദ്ദേഹം വളരെ ശക്തമായിട്ട് നമ്മളെല്ലാവരും തോന്നുന്നു. ഇപ്പം ഞാൻ ജീവിക്കുന്ന സ്ഥലങ്ങൾ, നിങ്ങൾ ജീവിക്കുന്ന സ്ഥലങ്ങളൊക്കെ രാഷ്ട്രീയ മാറ്റങ്ങൾ ആവശ്യമാണെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ അതിലേക്ക് എത്തിപ്പെടുന്നില്ല എന്നൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയത്തെ ആണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ഫിലിം കണ്ട് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ഒരു നിരാശബോധവും ഇല്ലാതെ സന്തോഷത്തോടെ CM വിജയെ പുകഴ്ത്തി പറയാനുള്ള ഒരു വാക്കുകൂടി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചിത്രമായിരിക്കും. പിന്നെ അനിരുദ്ധിൻ്റെ 2 മ്യൂസിക്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു എന്താ പറയുക മ്യൂസിക്സ് ലെവലിൽ നോക്കുമ്പോൾ നല്ലൊരു തിയേറ്ററിൽ നിന്ന്, നല്ലൊരു സൗണ്ട് സിസ്റ്റമുള്ള തിയേറ്ററിൽ നിങ്ങൾ ഫിലിം കാണുകയാണെങ്കിൽ നിങ്ങൾ ഒട്ടും എന്താ പറയുക ഫിലിമിനെ വെറുക്കില്ല. നല്ല ആക്ഷൻ സീക്വൻസ്, മ്യൂസിക്സ്, 2 നല്ല സോങ്സ്, നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ തരുന്ന രീതിയിലുള്ള ചിത്രമാണ്. വിജയുടെ അവസാന ചിത്രം തമിഴ്നാടിന് മാത്രമല്ല ഇന്ത്യക്ക് തന്നെ ഒരു മുതൽക്കൂട്ടാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ അദ്ദേഹം അതിൽ ചെയ്തു വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം പാസ് ചെയ്യുന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ഏറ്റവും നല്ല രീതിയിൽ. എന്തുകൊണ്ട് ഇതിനു മുമ്പ് ഇത്തരത്തിൽ കുറേ ഫിലിമുകൾ, എനിക്ക് ചില വിജയിൻ്റെ ഫിലിമുകൾ ഇഷ്ടപ്പെടാത്ത ഫിലിമുകൾ കേട്ടോ, എന്തുകൊണ്ട് നല്ല രീതിയിൽ ചൂസ് ചെയ്ത് നിങ്ങൾ ചെയ്തില്ല എന്നൊക്കെ തോന്നുന്നു. പക്ഷെ ഇതിൽ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ആക്ഷൻ ആയിക്കോട്ടെ, സ്റ്റൈലിഷ് ആയിക്കോട്ടെ, എല്ലാ രീതിയിലും വ്യത്യസ്തമാണ്. ഇതിൽ വില്ലൻ ആരാണെന്നും എങ്ങനെയാണെന്നും ഞാൻ പറയുന്നില്ല. വില്ലൻ ഉണ്ടാകും നമുക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലാവുന്നതാണ്. അതുകൂടാതെ തന്നെ അതിലുണ്ടാകുന്ന ചില സസ്പെൻസ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ മനസ്സിലാവും. ഇതിനെ കൂടുതൽ കീറി മുറിച്ച് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് അത് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു കാര്യം, എനിക്ക് തന്നെ ഒരു സൂപ്പർ ഹീറോ എന്ന് വെച്ചാൽ നമ്മളെ ഇടയിലുള്ള, അല്ലെങ്കിൽ നമ്മൾ കണ്ടു വളർന്ന സിനിമയിലൊരാൾ CM ആകുന്നു, അദ്ദേഹം തമിഴ്നാടിന് വേണ്ടി ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അത് നേരെ ഞാൻ വിചാരിച്ചത് ഫിലിമിൽ മാത്രം നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണുകൊണ്ടാകുന്നൊരു ഫീൽ ഉണ്ടല്ലോ. ഇദ്ദേഹം ഒരു CM ആണ്, തമിഴ്നാടിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫിലിം കാണുമ്പോൾ നമുക്ക് തോന്നുന്നൊരു വികാരമുണ്ട്. ഓക്കെ, നമ്മുടെ നാട്ടിലുള്ള ജനതയും നമ്മുടെ ചില രാഷ്ട്രീയ പരമായിട്ടുള്ള പല പ്രശ്നങ്ങളൊക്കെ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഡൽഹിയിലെ പ്രശ്നങ്ങൾ നടന്നപ്പോൾ തന്നെ CM വിജയെ പറ്റി എടുത്തെടുത്ത് പറയുന്നുണ്ട്, അദ്ദേഹത്തെ പറ്റിയൊക്കെ. പിന്നെ ഇതിലൊരു ടെററിസത്തെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡൽഹിയിലൊക്കെ നടക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ഇതിൽ
നീറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും അതിലൂടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പിന്നെ അത് രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു, പിന്നീട് അതിലൂടെ ചർച്ച ചെയ്യുന്ന കുറേ വിഷയങ്ങളെ പറ്റിയൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അത്തരത്തിലുള്ള സബ്ജക്റ്റുകളെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന അല്ലെങ്കിൽ ജനങ്ങളെ ഇടയ്ക്ക് വിട്ട് മതേതരത്വം അല്ലെങ്കിൽ ജാതി ഇതിനൊക്കെ പറഞ്ഞ് പരസ്പരം തല്ലി നമ്മുടെ രാജ്യത്തെ ഇല്ലാതാക്കുക എന്നുള്ള ഗൂഢലക്ഷ്യങ്ങളായിട്ട് പ്രവർത്തിക്കുന്നവർക്കെതിരെ അല്ലെങ്കിൽ അത്തരത്തിലൊരു ശബ്ദം ഉയർത്തിക്കൊണ്ടാണ് വിജയ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഫിലിമാണ്. കാരണം വെച്ചാൽ വിജയുടെ അവസാന ചിത്രം എന്നുള്ളത് മാത്രം കേട്ടോ, നിങ്ങൾക്ക് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്ന ധൈര്യമുള്ള ഒരു കൂട്ടം സ്ത്രീകളെ വാർത്തെടുക്കാനുള്ള സമൂഹത്തിൻ്റെ അങ്ങനെ പല കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്ന ഒരു നല്ല സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണുക. ഇത് തിയേറ്ററിൽ നിന്ന് കാണാതെ മിസ് ചെയ്യാൻ പാടില്ല. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ഈ ഫിലിം നിങ്ങൾക്ക് ആർക്കും എടുക്കുന്ന ടിക്കറ്റ് നഷ്ടമാവില്ല. കാരണം വെച്ചാൽ പേഴ്സണലി ഞാൻ പല തമിഴ് ഫിലിമുകൾ കാണുന്നതാണെങ്കിൽ നമ്മൾ അധികം വെറുപ്പിക്കാത്ത നമുക്ക് എൻ്റർടൈൻ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വിജയ് ഇപ്പം നിൽക്കുന്ന ഒരു സ്ഥലത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഫിലിം കാണുമ്പോഴല്ലോ നമുക്ക് വേറെ തന്നെ ഒരു മൈൻഡിലൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഫിലിം കാണുക. ഫിലിം കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു.